ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ആയുധമാക്കി നിയമസഭയിൽ പ്രതിപക്ഷം രാഷ്ട്രീയ പോർമുഖം തുറന്നപ്പോൾ നേരിടാൻ തന്നെയാണ് ഭരണപക്ഷത്തിന്റെയും തീരുമാനം. മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും സോണിയാഗാന്ധിയും തമ്മിലുള്ള ചിത്രം നിയമസഭയിൽ കവചമാക്കിയാണ് ഭരണപക്ഷത്തിന്റെ പ്രതിരോധം. എന്നാൽ സഭയിൽ മന്ത്രി വി ശിവൻകുട്ടി ഉന്നയിച്ച അറസ്റ്റ്, റെയ്ഡ് ഉൾപ്പെടെയുള്ള കടുത്ത വാദങ്ങൾ CPM-ഓ മറ്റ് ഭരണപക്ഷ അംഗങ്ങളോ ഏറ്റെടുത്തില്ല എന്നതും ശ്രദ്ധേയമാണ്. റഹീസ് റഷീദാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. റഹീസ്, നിയമസഭ സ്തംഭിപ്പിക്കുന്നു, നിയമസഭയ്ക്ക് പുറത്തും വലിയ പ്രതിഷേധം കാണുന്നു. എങ്ങനെയാണ് ഭരണപക്ഷം പ്രതിരോധം തീർക്കുന്നതൊപ്പം പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കുന്നത്? എന്തൊക്കെ ആയുധങ്ങൾ ഉപയോഗിച്ചാണ്? വിനിത, പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് വലിയ ആക്രമണം നേരിട്ട ഒരു സാഹചര്യത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സോണിയാഗാന്ധിയെ പരിചയാക്കി പ്രതിപക്ഷത്തെ നേരിടാനുള്ള ശ്രമം നടത്തിയത്. സ്വർണ്ണക്കൊള്ളയിൽ നഷ്ടപ്പെട്ട സ്വർണം സോണിയാഗാന്ധിയുടെ വീട്ടിലുണ്ടാകും, അവരെ അറസ്റ്റ് ചെയ്യണം, 10 ജനുവരിയിൽ റെയ്ഡ് നടത്തണമെന്ന രൂക്ഷമായ വാദങ്ങളായിരുന്നു പ്രതിപക്ഷത്തിനെതിരെ ഭരണപക്ഷത്ത് നിന്ന് വി ശിവൻകുട്ടി ഉന്നയിച്ചത്. പക്ഷേ അത് CPIM-ന്റെ മറ്റ് MLA-മാരോ നേതാക്കളോ ആരും അത് ഏറ്റെടുത്തില്ല എന്നത് ശ്രദ്ധേയമാണ്. പിന്നീട് കടകംപള്ളി സുരേന്ദ്രൻ വി ശിവൻകുട്ടി പറഞ്ഞതിനെ പൂർണ്ണമായും എതിർക്കുന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. ഒരു കളങ്കിതനാണ് എന്നറിഞ്ഞിട്ട് സോണിയാഗാന്ധി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീട്ടിലേക്ക് വിളിച്ചു കയറ്റുമെന്ന് തോന്നുന്നില്ല എന്ന വാദം സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞതാണെങ്കിൽ പോലും അത് ശിവൻകുട്ടി പറഞ്ഞതിന് നേർ വിപരീതമായ രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു. അടുത്ത ദിവസവും ഇതേ സ്ട്രാറ്റജി ആയിരിക്കും പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ ഭരണപക്ഷം ഈ കേസിന്റെ നിയമ നടപടികൾ ചൂണ്ടിക്കാട്ടിയാണ് ഇതിൽ പരിച തീർക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. ഈ സർക്കാർ ഭരിക്കുമ്പോഴാണ് തന്ത്രിയടക്കമുള്ള ഇതിലെ കുറ്റാരോപിതരായ ആളുകളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പത്മകുമാർ അടക്കമുള്ള ആളുകളെ അറസ്റ്റ് ചെയ്തു. സർക്കാർ ഒരു തരത്തിലും ഇടപെട്ടിട്ടില്ല എന്ന വാദം ഉന്നയിച്ചായിരിക്കും ഭരണപക്ഷം പ്രതിപക്ഷത്തെ നേരിടുക. വിനിത, അതാണ് റഹീസ് റഷീദ് വിശദാംശങ്ങൾ നൽകിയിരുന്നു.